നീ മതം പൊട്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു. എടാ ചന്ദ്ര എവിടെ? മണിക്കൂർ രണ്ടാ ഇവിടെ എല്ലാവരും കാത്തിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനി ടച്ചപ്പിന്റെ കൂടെ അവളും അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. പണ്ട് ഡ്രൈവറെ കയറി പ്രേമിച്ച കക്ഷിയാ. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. സാർ ഞാൻ വിളിച്ചു നോക്കി. റൂമിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാ. ഇവളുടെ തലക്കെന്താ ഓളോ? ഹായ് സർ. അവളുടെ തന്തയുടെ ജാതകക്കുറിപ്പ് വായിക്കണമുണ്ടോ? ഓ താങ്ക് യു. എന്താ ഉദ്ദേശം? ഹലോ, ഒരിക്കൽ പറഞ്ഞതല്ലേ എനിക്ക് വയ്യ ഈ പറ്റി ബാഗേനി. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബാലുവായിട്ട് സംസാരിച്ചാൽ മതി. ഞാൻ കൊടുക്കാം. ബാലു. ഹലോ. ജസ്റ്റ് ഹോൾഡ് ഓൺ. സർ എന്താ ചോദിച്ചത്? അല്ല എന്താ ഉദ്ദേശം? ഈ നാടകത്തിന് ഒരു പേർപ്പസ് വേണമല്ലോ. പറഞ്ഞു വിട്ടതല്ലേ ഞാൻ അവനെ? പറഞ്ഞു വിടേണ്ടത് ഞാനല്ലേ? സാറും പറഞ്ഞു വിടില്ലായിരുന്നു. ബാലു ഇങ്ങനെയാണ് വന്നിരുന്നതെങ്കിൽ. ശരിയാ, ബാലുവിന് തെറ്റുപറ്റി. ഒരു നടിക്ക് കൊടയും കണ്ണാടിയും പിടിച്ചെടുക്കാൻ ഒരു MBA കാരന്റെ ആവശ്യമില്ല. ബാലുവിന്റെ സാഹചര്യം കൊണ്ട് അത് ആവശ്യമായിരുന്നു. എന്ത് സാഹചര്യം? എന്താ ആവശ്യം? ഇനി അത് പറയേണ്ട കാര്യമില്ല സാർ. ആ ആവശ്യങ്ങളൊക്കെ തീർന്നു. ബാലു എന്റെ ടച്ചപ്പായിരുന്നു. ഇപ്പൊ എന്റെ എല്ലാം മാനേജ് ചെയ്യുന്ന മാനേജർ എന്നൊക്കെ പറഞ്ഞ വളരെ ചെറുതായി പോവും. ഇനി നാളെ എന്റെ ആരാകും എനിക്കറിയില്ല സാർ. നിന്റെ ആരെങ്കിലും ആക്ക് എന്താന്ന് വെച്ചാ ചെയ്തോ. ഇത് എന്റെ പടമാണ്, എന്റെ ലൊക്കേഷനാണ്. മോനെ, നിന്റെ പത്രാസും കോപ്പൊക്കെ ഇവിടെ വെച്ച് നിർത്തിക്കോണം. ഇല്ലെങ്കിൽ ചാവട്ടി നിന്റെ പെടലിയാൻ തിരിക്കും ഞാൻ. എന്താടാ മിണ്ടാത്തത്? നിന്റെ നാവിറങ്ങിപ്പോയോ? ഇവിടെ എന്താ പ്രശ്നം? നീ എന്താടാ ഷോ കാണിക്കുന്നു? വേണ്ട സാറേ, വിട്ടേക്ക്. നാളെ ഷൂട്ടിംഗ് തീരെയല്ലേ. പാക്കപ്പ് പാർട്ടിയെ കഴിഞ്ഞ് നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. 2 ദിവസം നീ മാനേജരായി എന്തുണ്ടാക്കി? ഇപ്പൊ പാക്കപ്പ് പാർട്ടി. നീ വെറുതെ കഥ പോയി 2 ഡ്രിങ്കടാ. പിന്നെ എന്നെ പോലെ കൺട്രോൾ വേണം. ഓക്കെ പോക്കോ. ഹലോ സർ, വാ. വരാൻ ശ്രമിക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല. ഡൽഹിക്കുള്ള ട്രിപ്പ് 2 ദിവസത്തെ പ്രോഗ്രാം. ബാക്കപ്പ് അല്ലേ, ഒന്നും ഇവിടെ ടച്ച് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. രാജു, ഷൂട്ടിംഗ് തീരുമ്പോഴാണ് എല്ലാവരും കാണുന്നത്. മിസ്റ്റർ രാജൻ കുരുവിള, ഹലോ, ഫോക്കസ് ടിവിയുടെ ചെയർമാൻ, നമ്മുടെ പടത്തിന്റെ പ്രൊഡ്യൂസറാ. നമസ്കാരം. ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതിനു മുമ്പ് കാണാൻ പറ്റിയിട്ടില്ല. നൈസ് ടു മീറ്റ് യു രാജു. ചാനലിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. റിലീസിന് മുമ്പേ ചില പുതിയ പ്രൊമോഷണൽ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കണം. പ്ലാൻ ചെയ്തോ ഞാൻ പൊളിച്ചിരിക്കും. എന്താ അടിച്ചു പൊളിച്ചിരാന്ന് നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റും. സർ ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ. ഇന്നത്തെ ദിവസം ഒന്നും പറഞ്ഞു എന്താ കിച്ചു, ഇതിനൊക്കെ ഒരു മറ വേണ്ടേ? സൂര്യ, ഒരു 5 മിനിറ്റ് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ രാജു? സംസാരിക്കേണ്ടത് എനിക്കോ രാജുവിനോ അല്ല, ബാലുനാ. 5 മിനിറ്റിൽ പറയാനുള്ള കാര്യങ്ങളെ ബാലു നിങ്ങളോട് പറഞ്ഞുള്ളൂ. കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എനിക്ക് 5 മിനിറ്റ് പോലും വേണ്ട. പക്ഷേ കേട്ട് കഴിഞ്ഞാൽ ഞാനും എന്തെങ്കിലും പറയണ്ടേ? മാനം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് പറയാനുള്ളത് 5 മിനിറ്റിൽ തീരില്ല. ഇത്രയൊക്കെ നീ കിടന്ന് വിയർത്ത് ശ്രമിച്ചിട്ടും അവളൊന്നും നിന്ന് തന്നില്ല. ഇനിയും കിടന്ന് ചെരയാതെ എടാ അന്തസ്സായിട്ട് അവളോടൊരു ഗുഡ് ബൈ എങ്കിലും പറഞ്ഞിട്ട് നീ നിന്റെ വഴിക്ക് പോവാൻ നോക്കടാ. കഷ്ടം തോന്നണടാ എനിക്ക്. സർ വൺ എന്നെ നിന്റെ ഭർത്താവായിട്ട് തിരിച്ചെടുക്കണമെന്ന് പറയാൻ വേണ്ടിട്ടൊന്നുമല്ല. ഒരു തെറ്റ് പറ്റി. സത്യം അറിഞ്ഞപ്പോ നിന്നെ നേരിട്ട് കാണണമെന്ന് തിരുത്തണം തോന്നി, അത്രേ ഉള്ളൂ. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലടി. ഇനിയും പറയാൻ ഒരു ആർട്ടിസ്റ്റിനെ കൈവെക്കുന്നോടാ പന്ന റാസ്കൽ. ഇവന്റെ അടുത്ത് മാറി നിൽക്കാൻ പറ, അല്ലെങ്കിൽ സത്യമായിട്ട് ഇവൻ എന്നെ അടിപേടിക്കും. അത്രയ്ക്കായോ നീ? ഇവിടെ എന്താടാ സെക്യൂരിറ്റി പോലീസ് ഒന്നുമില്ലേ? കാണിച്ചു തരാം നിന്നെ. നിനക്ക് അടിയുടെ അല്ല, നല്ല ചവിട്ടിന്റെ കുറവാ. വേണ്ട സാർ,